ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ബേബിക്ക് ഹെയറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ 4 തേങ്ങയാണ് ഞാൻ ചിരവി എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ മിക്സിയുടെ വലിയ ജാറെടുത്ത് ഓരോ ട്രിപ്പായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു വൈറ്റ് ക്ലോത്ത് എടുത്തിട്ട് അതിലൂടെയാണ് നമ്മൾ ഈ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പം കുറേശ്ശെ ഇട്ട് നമ്മൾ നല്ല രീതിയിൽ വെള്ളം ചേർക്കാണ്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് കാച്ചാൻ പോകുന്നത്. അപ്പോൾ അത് ഇത്രയും പാലാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഞാനത് മമ്മീനെ കൊണ്ട് ഓരോന്നോരോന്ന് അളന്നിടിക്കുകയാണ്. 3.5 കപ്പ് പാലാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. ടോട്ടൽ 3.5 കപ്പാണ് 4 തേങ്ങ ചിരണ്ടിയിട്ട് നമുക്ക് കിട്ടിയത്. അത് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും 1 കപ്പിനടുത്തുള്ള എണ്ണ പോലും നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് എന്താണെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഒരു 1 അവറിനുള്ളിൽ 45 മിനിറ്റ്സ് നമുക്ക് സെറ്റായി. അപ്പോൾ ആദ്യം ഇതൊരു കുറുക്ക് പോലെയൊക്കെ ആയി. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കായിരുന്നു, മമ്മി ഇതെന്താ ഫ്ലോപ്പായോ, കുറുക്ക് പോലെയൊക്കെ ആവുണ്ടല്ലോ എന്നൊക്കെ. പിന്നെ വെള്ളം വറ്റി ഇങ്ങനെ കുറുക്ക് പോലെയായി, കട്ട കുറുക്ക് പോലെയായി. അതിന് പിന്നെ വീണ്ടും ഒന്ന് ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എണ്ണ കാണാൻ തുടങ്ങി. അപ്പോൾ മനസ്സിലായി കുഴപ്പമില്ല, സെറ്റായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. എൻ്റെ മമ്മി ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. മമ്മി ഫസ്റ്റ് ടൈമാണ് നമ്മൾ വീട്ടിലിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ. അപ്പം ബേബിക്ക് ഹെയറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ടായിരുന്നു. നമ്മൾ കാച്ചെണ്ണയായിരുന്നു, അപ്പോൾ അത് മാറ്റിയിട്ട് വെർജിൻ കോക്കനട്ട് ഓയിൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. ദെൻ ലാസ്റ്റ് ആയപ്പോൾ ഈ ഒരു പരിവായി. ആക്ച്വലി ഈ ഒരു പരുവത്തിലാണ് നമ്മൾ എണ്ണ കോരി എടുക്കേണ്ടത്. പക്ഷേ നമുക്കിത് അറിയില്ലാത്തത് കൊണ്ട് നമ്മുടെ എണ്ണ കുറച്ച് മൂത്ത് പോയി. അതായത് ആ തേങ്ങയൊക്കെ ഒന്ന് കരിഞ്ഞു പോയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, യൂസ് ചെയ്യാൻ പറ്റും, നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നു, ഫുൾ ഓഫ് ചെയ്തു. അപ്പോൾ ഇത്രയും ഓയിൽ നമുക്ക് കിട്ടി, ഇത്രയും തരി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളവിടെ മാറ്റി വെച്ചു. ഇതാ കുപ്പിയുടെ ഇത്രയും ഭാഗമാണ് നമുക്ക് ഓയിൽ കിട്ടിയത്. ഒരു കപ്പില്ല, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ, സീ യു.